പാകിസ്ഥാനിൽ ബലൂച്ച് ലിബറേഷൻ ആർമി അഴിഞ്ഞാട്ടം തുടരുകയാണ്. ഇപ്പോൾ പാകിസ്ഥാനെ മുഴുവൻ പ്രതിസന്ധിയിലാക്കുന്ന ഒരു നീക്കമാണ് ബലൂച്ച് ലിബറേഷൻ ആർമി അഥവാ BLA നടത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. 36 ഇഞ്ച് ഡയമീറ്ററിലുള്ള ഗ്യാസ് പൈപ്പ് ലൈൻ സൂയിൽ നിന്നും കറാച്ചിയിലേക്ക് പോകുന്ന ഈ ഗ്യാസ് പൈപ്പ് ലൈനാണ് ഇപ്പോൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ആക്രമിച്ച് തകർത്തിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഡിസ്ട്രോയ്ഡ് എ മേജർ 36 ഇഞ്ച് ഡയമീറ്റർ ഗ്യാസ് പൈപ്പ് ലൈൻ ഫ്രം സൂയി ടു കറാച്ചി നിയർ സൂയി ഇൻ ഡേറ ബുഗ്ട്ടി. സൂയിയുടെ അടുത്തുള്ള ഡേറ ബുഗ്ട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവരിവിടെ അറ്റാക്ക് ചെയ്ത് തകർത്തിരിക്കുന്നതെന്നാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ബലൂചിസ്ഥാൻ ഈസ് കട്ടിംഗ് ഓഫ് ദ പവർ സപ്ലൈ ടു പാകിസ്ഥാൻ എന്നും ഈ റിപ്പോർട്ട് പറയുന്നുണ്ട്. അതായത് പാകിസ്ഥാനിലേക്കുള്ള പവർ സപ്ലൈ, കറാച്ചിയിലേക്കുള്ള പവർ സപ്ലൈ തന്നെ ആശ്രയിച്ചിരിക്കുന്ന ഒരു പൈപ്പ് ലൈനാണ് ഇത്. ഈ പൈപ്പ് ലൈൻ ആക്രമിക്കുന്നതിലൂടെ പാകിസ്ഥാന്റെ പവർ സപ്ലൈ തന്നെ സാരമായ രീതിയിൽ ഇത് ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നും സുപ്രധാനമായി നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ പാകിസ്ഥാൻ ഒന്നാമത് വെള്ളമില്ല, രണ്ട് പ്രവിശ്യകളും തമ്മിൽ വെള്ളമില്ലാത്തതുകൊണ്ട് കലാപത്തിന്റെ വക്കിലെത്തി നിൽക്കുകയാണ്. കാരണം ഇൻഡസ് വാലി ട്രീറ്റി അഥവാ സിന്ധു നദീജല കരാർ ഇന്ത്യ മരവിപ്പിച്ചതിന് ശേഷം പാകിസ്ഥാനിലൂടെ ഓടുന്ന നദികളെല്ലാം തന്നെ വലിയ രീതിയിൽ വറ്റി വരണ്ട് കിടക്കുന്ന ഒരു സാഹചര്യമാണ്. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ന്യൂസ് ഇന്ത്യ മലയാളം നേരത്തെ തന്നെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അതിന് പുറമെ വെള്ളമില്ലാത്തത് കൊണ്ട് ജനങ്ങൾ ഏത് നിമിഷം വേണമെങ്കിലും തെരുവിലിറങ്ങാമെന്നുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോഴാണ് കൂനിന്മേൽ കുരു എന്ന പോലെ വെള്ളത്തിന് ബദലായി ഇപ്പോൾ ഊർജ്ജവും പാകിസ്ഥാൻ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നത്. ബലൂചിസ്ഥാൻ ആർമി ആ ഗ്യാസ് പൈപ്പ് ലൈൻ തകർത്തിരിക്കുന്നു. ദ സൂയി ഗ്യാസ് ഫീൽഡ് ഹാസ് ബീൻ ഓർഡർഡ് ടു സസ്പെൻഡ് സപ്ലൈ അൺടിൽ ഫർദർ നോട്ടീസ് എന്നും ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഈ സൂയിലെ ഈ ഗ്യാസ് ഫീൽഡിൽ ഇനി മുതൽ സപ്ലൈ ഉണ്ടാകില്ല, ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ സപ്ലൈ ഉണ്ടാകില്ല എന്നും പറയുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ, അവിടെ ബോംബിടുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. യൂട്യൂബ് വയലേഷൻ അല്ലെങ്കിൽ തീർച്ചയായും നിങ്ങളെ നമ്മളത് കാണിക്കുന്നതാണ്. മാസീവ് ബ്ലേസ് ക്യാൻ ബി സീൻ ഫോളോയിങ് ദ ബ്ലാസ്റ്റ് എന്നും അറിയുന്നുണ്ട്. അതായത് ചുറ്റും നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയപ്പോൾ എങ്ങനെയാണോ 2 മണിക്ക് ബോംബ് വീണ് അവിടെ സൂര്യൻ ഉദിക്കുന്നത് പോലെ ഒരു പ്രതീതി ഉണ്ടായത്, സമാനമായ രീതിയിലുള്ള ഒരു ബ്ലാസ്റ്റ് ആയിരുന്നു അവിടെ നടന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.